ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവസരം ഇപ്പൊ അനുകൂലമായിട്ട് വന്നിരിക്കുക. ഈ സമയത്ത് രുക്മിണി പതുക്കെ സേവ കൂടി അവരുടെ വീട്ടിലേക്ക് കയറണം. മീനുകളോട് പിണക്കൊന്നും വേണ്ട. രാജു ഷൗട്ട് ചെയ്ത് സംസാരിച്ചെന്നല്ലേ പറഞ്ഞ്? അതിന് അച്ഛനോട് മാപ്പ് ചോദിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ എന്റെ അച്ഛന് നേരെ ഉറക്കെ സംസാരിക്കുന്ന. എനിക്ക് നല്ല വിഷമമുടരുതോ. എന്റെ എല്ലാം എന്റെ അച്ഛനും അമ്മയാ. അച്ഛനോട് ഞാൻ മാപ്പ് ചോദിക്കും. ഇപ്പോ ഇത് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ദാ. രാവിലെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കാൻ. യാമിനി, ആരാ നോക്ക്. ഞാൻ ഡോക്ടർ ശ്യാംകുമാർ. വർമ്മ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ ഡോക്ടർ വരും, ഞാൻ പ്രതാപേട്ടനെ വിളിക്കാം. ശരിയേട്ടാ, ഇത് ഡോക്ടർ ശ്യാംകുമാർ. ഡോക്ടറെ എനിക്കറിയാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇരിക്കും. നിങ്ങള് വർമ്മ സാറിന്റെ? ഞാൻ പ്രതാപവർമ്മയുടെ ചേച്ചി അംബിക വർമ്മ. ഇതെന്റെ അനിയൻ ശേഖരൻ. അല്ല, പ്രതാപന്റെ ഡോക്ടറാണോ? അല്ല, ഞാൻ വർമ്മ സാറിന്റെ ഒരു ഫാനാ. ഇതുവഴി പോയപ്പോ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ എന്താ രാവിലെ? ഞാൻ ഈ വഴിയാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോ സാറിനെ ഒന്ന് കാണാമെന്ന് കരുതി. ഡോക്ടർ വരൂ, നമുക്ക് റൂമിൽ സംസാരിക്കാം. പ്രതാപൻ ഗസ്റ്റിനെയൊന്നും അവന്റെ റൂമിലേക്ക് കയറ്റാറില്ലല്ലോ. പിന്നെന്താ ഇയാളെ? വരൂ, ഇരിക്കൂ ഡോക്ടർ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിന് ശേഷം വർമ്മ സാർ ഹോസ്പിറ്റലിലേക്ക് വന്നതേയില്ല. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറച്ച് തിരക്കായി പോയി ഡോക്ടർ. തിരക്കുകളൊക്കെ മാറ്റിവെക്കണം സാർ. ഒരു ജീവന്റെ പ്രശ്നമല്ലേ. ഐ ആം ബീയിങ് വെരി സീരിയസ്. വി നീഡ് ടു സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി. എന്തു പറയുന്നു സാർ? ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരൂ. വരാം.
അപ്പൊ ശരി സാർ, ഞാൻ ഇറങ്ങുന്നു. ശരി. എന്നാ ശരി. ശരി ഡോക്ടർ. ഹലോ, ഞാനാ രുക്മിണി, അംബിക വർമ്മ. ആ മനസ്സിലായി അംബികെ, പറഞ്ഞോളൂ. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചേ. എന്താ അംബികെ, വേഗം പറഞ്ഞോ. നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ചില സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതല്ലേ? ആ രാജുവിന്റെ വീടിപ്പോഴേ ഒരു മരണ വീട് പോലെയായി. ആ രതിക ആകെ തകർന്നതുപോലെയായി. ആ വിക്കറ്റേ ഇപ്പൊ ക്ലീൻ ബൗൾഡ്. ഋതിക തറന്നോ? എന്താ അംബികെ കാരണം? പ്രശ്നങ്ങൾ പലതുണ്ട്, അത് ഞാൻ പറയാം. ഹോ, എന്റെ ദൈവമേ, അവളുടെ തലക്കിട്ട് എന്നെ കൊടുത്തല്ലോ ദൈവം. ദേ, അതാണ് ദൈവം. കൃത്യമായിട്ട് പണി കൊടുത്തു. ഉം, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവസരം ഇപ്പൊ അനുകൂലമായിട്ട് വന്നിരിക്കുക. ഈ സമയത്ത് രുക്മിണി പതുക്കെ സേവ കൂടി അവരുടെ വീട്ടിലേക്ക് കയറണം. പിന്നെ പണി അങ്ങ് തുടങ്ങ്. ഉം, ശരി അംബികെ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ആ അമ്മണിക്കിളവിയില്ലേ, ഒരു കാര്യത്തിലും അടുപ്പിക്കരുത്, സൂക്ഷിക്കണം. 10 തലയാ അവർക്ക്. അല്ലെങ്കിലും ആ ശവത്തിനൊന്നും ഞാൻ അടുപ്പിക്കില്ല അംബികെ. ഹും, എന്നാ തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. ആ ശരി അംബികെ. ദാ വേണുട്ടാ. വിഷമിച്ചിരിക്കുകയാണോ? പിന്നെ വിഷമമില്ലാതിരിക്കൂടി. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീയും ഞാനും അല്ലേ?